സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ കെട്ടിക്കിടക്കുന്നത് ആയിരക്കണക്കിന് പരാതികൾ. 5066 അപ്പീലുകളും 1662 പരാതികളുമാണ് തീർപ്പാകാതെ കിടക്കുന്നത്. പരാതികളിൽ മറുപടി നൽകാത്തതിന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് 6.35 ലക്ഷം രൂപയുടെ പിഴയാണ് വിവരാവകാശ കമ്മീഷൻ ചുമത്തിയിട്ടുള്ളത്. ജനം ബ്രേക്കിംഗ്. വിവിധ ജില്ലകളിൽ നിന്നായി ലഭിച്ച വിവരാവകാശ അപേക്ഷകളിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ കെട്ടിക്കിടക്കുന്നത് 50,066 അപ്പീലുകളും 1662 പരാതികളുമാണ്. ഇത് വിവരാവകാശ കമ്മീഷനിൽ നിന്ന് ലഭിച്ച മറുപടിയിൽ തന്നെ വ്യക്തം. അപേക്ഷകൾക്ക് ശരിയായ മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് വിവിധ പരാതികളിൽ 6.35 ലക്ഷം രൂപയാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിവരാവകാശ കമ്മീഷൻ പിഴയായും ചുമത്തിയിട്ടുള്ളത്. അറുപത്തോളം അപ്പീൽ ഹർജികളും 1662 കംപ്ലയിൻറ്റ് പെറ്റീഷൻസും സംസ്ഥാന വിവരാവകാശ കമ്മീഷനിൽ കെട്ടിക്കിടക്കുന്നതായിട്ട് വിവരാവകാശ കമ്മീഷൻ തന്നെ നൽകിയിട്ടുള്ള ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അതോടൊപ്പം തന്നെ വിവരങ്ങൾ കൃത്യമായിട്ട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടും വിവരങ്ങൾ കൃത്യമായിട്ട് നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പിഴ ഇനത്തിൽ തന്നെ ലക്ഷക്കണക്കിന് രൂപ ഖജനാവിലേക്ക് മുതൽക്കൂട്ടിയതായിട്ടും ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവരം നൽകാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കർശനമായ നടപടികൾ എടുക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന കംപ്ലയിൻറ്റ് പെറ്റീഷൻസും അപ്പീൽ ഹർജികളും തീർപ്പാക്കാൻ വേണ്ട നടപടികൾ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാർ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് ബോധപൂർവമായി ചില ഉദ്യോഗസ്ഥർ വിവരാവകാശ നിയമത്തെ അട്ടിമറിക്കുന്നതായും ആരോപണമുണ്ട്. സർക്കാരിനും ചില വകുപ്പുകൾക്കുമെതിരെ വിവരാവകാശ രേഖകൾ ചോദിച്ചുള്ള അപേക്ഷകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം നടപടിയെന്നതും ഏറെ ശ്രദ്ധേയമാണ്. അഖിൽ പാലോട്ടുമഠം, ജനം, കൊച്ചി.